ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല രീതിയിലൊരു ബെയറിഷ് മാർക്കറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിൽ മാർക്കറ്റിലൊരു ഇമ്പാക്ട്സും കാര്യങ്ങളും ഇന്നുണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. സോ നാളെ എങ്ങനെയാണ് ഇമ്പാക്ട്സും കാര്യങ്ങളും ചെയ്യുക, അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് 1 ഹവർ ഒരു നല്ല രീതിയിലൊരു വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്സ് അയക്കാനാണ് സാധ്യത. കാരണം ഒരു മേജർ ഇവൻറ്റും മേജർ ന്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും കാര്യങ്ങളുണ്ട്. സോ എന്താണ് ന്യൂസും കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹൈ ഓൾ, മൈ നെയിം ഇസ് പ്രണവ്. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. സോ ഇതാണ് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത ലൈൻസും കാര്യങ്ങളും എങ്ങനെയാണ് നാളത്തെ ഒരു മൂവ്മെൻറ്റ്സും നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ എന്താണ് ഹാപ്പൻ ആയിട്ടുള്ളത് നോക്കാം. അതായത് ഈ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു സെൽ ഓഫും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 600 തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് നമ്മൾ വരച്ചുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് റിയാക്ട് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ ഇനി നാളെ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ജസ്റ്റ് 1 ഹവർ ഇറ്റ് സെൽഫ് ഒരു മേജർ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആർ ബി ഐയുടെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതാണ്. റിപ്പോ റേറ്റ്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഓൾമോസ്റ്റ് അറൗണ്ട് 10 ആ ഒരു ഏരിയ സമയത്താണ് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സോ ആ സമയത്ത് മാർക്കറ്റ് പ്രോബബ്ലി ഒരു ഇൻഡിസിഷൻ എന്ന രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്ന രീതിയിലുള്ളൊരു ഡിസിഷനിലായിരിക്കാം മാർക്കറ്റ്സിന് ഉണ്ടാവുക. സോ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും നോക്കാം. ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഫ്യൂ മന്ത്സ് ആയിട്ട് മാർക്കറ്റ്സിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അൺചേഞ്ച് ആയിട്ടിരിക്കുകയാണ്. വലിയ രീതിയിലൊരു കട്ടോ ഒരു റേസും കാര്യങ്ങളൊന്നും കറൻ്റ് ഇപ്പോൾ ഇല്ല. സോ എക്സ്പെക്റ്റിംഗ് ആ ഒരു റേറ്റ്സും കാര്യങ്ങളാണ് ഈ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ അൺചേഞ്ച് ആയിട്ടിരിക്കാനാണ് മോസ്റ്റ്ലി റിസർച്ച് പേർപ്പസിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കണ്ടത്. സോ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിനെ അത് ബാധിക്കുക നോക്കുകയാണെങ്കിൽ മെയിൻലി ബാങ്ക് നിഫ്റ്റിയാണ്. അഫ്കോഴ്സ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ബാധിക്കുക. ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റി ബാധിക്കുന്നതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഹൈ വെയിറ്റേജ് സ്റ്റോക്സ് ആയിട്ടുള്ള ബാങ്ക്സിലും നല്ല രീതിയിൽ അത് ബാധിക്കും. സെക്കൻഡ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റ്സിനൊക്കെയാണ്. അതായത് ഈ ഫൈനാൻഷ്യൽ ബ്രോക്കേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ AMCസും ഇൻഷുറൻസ് കമ്പനീസും രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ്സിനും ആ പർട്ടിക്കുലർ സെക്ടേഴ്സിനും ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓൾമോസ്റ്റ് ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അൺചേഞ്ച് ആയിട്ട് രീതിയിലാണ് പ്രോബബ്ലി ഒരു 53% എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ. സോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ വരുന്നത് ഹൈ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഫെഡ് റേറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെഡ് റേറ്റ്സ് എല്ലാം അൺചേഞ്ച് ആയിരുന്നു. സോ അതൊരു ബെനിഫിറ്റ് ആയിട്ട് രീതിയിൽ ഫ്ലാറ്റ് ആയിട്ട് രീതിയിലാണ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്തത്. സോ ആ ഒരു സെയിം സിനാരി ആവാനാണ് പ്രോബബ്ലി. സോ നമുക്ക് ലെവൽസിലേക്ക് വരാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ലെവൽസും കാര്യങ്ങളും. നമുക്ക് നമ്മുടെ ലെവൽസിലേക്ക് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് തന്നെ തുടങ്ങാം. സോ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റ്സും കാര്യങ്ങളാണ്. ബട്ട് ഈ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ലാസ്റ്റ് ഡേയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വാല്യൂ അല്ല. ഈ ഒരു ബിഗ് ക്യാൻഡിൽ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് 150 പോയിൻറ്റ്സിൻ്റെ ക്യാൻഡിലാണ്, 160 അറൗണ്ട്. സോ ഈ ക്യാൻഡിൽ നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് 400 എന്ന രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പം കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം. സോ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്ത് തന്നെ തുടങ്ങാം. ആസ് യൂഷ്വൽ മന്ത്ലി ക്യാൻഡിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്രീവിയസ് മന്തിൻ്റെ ഹൈ ആൻഡ് ലോ, അത് നല്ല രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഈ വീക്ക്ലി നോക്കുകയാണെങ്കിൽ ഇപ്പം കറൻ്റ്ലി വീക്ക്ലി ഏരിയയിലേക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രോബിൾ ആ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. സോ ആ ഒരു വീക്ക്ലി പ്രീവിയസ് വീക്കിൻ്റെ ഹൈയും ലോയും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡെയിലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല ഗ്യാപ്പ് അപ്സും കാര്യങ്ങളായിട്ടുള്ളത്. അപ്പം നമുക്ക് മേജർ ആയിട്ടുള്ളൊരു ലെവൽസും ഇല്ല. ബട്ട് നമുക്ക് EMA ബേസിസിൽ ഈ ഒരു ലെവൽസും കാര്യങ്ങളും പ്ലോട്ട് ചെയ്യാം. എങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു EMA, അതായത് 200 EMA എന്ന മേജർ EMAയുടെ മുകളിലാണ് മാർക്കറ്റുള്ളത്. സോ ആ ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയും ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ആസ് യൂഷ്വൽ നമ്മുടെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൽ എത്രത്തോളം പുട്ട് ആൻഡ് OI ബേസിസിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് നോക്കാം. ഇന്ന് August 4th ആണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പയറി, അതായത് ട്യൂസ്ഡേ എക്സ്പയറി ആയിരുന്നു. സോ നെക്സ്റ്റ് എക്സ്പയറി അതായത് 11th August ആ ഒരു ചാർട്ടിലേക്ക് പോവാം. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 600 മാർക്കറ്റ് ഉള്ളത്. ബട്ട് നമുക്ക് 400 ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റേഴ്സും കാര്യങ്ങളും. സോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ 400 ഭാഗത്തൊക്കെ അത്യാവശ്യം മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ അല്ല എന്ന് പറയാം. കാരണം ഓൾമോസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പ്രസൻസ് ആണ് അവിടെ ഉള്ളത്. സോ ഐം എക്സ്പെക്റ്റിംഗ് ഒരു സൈഡ് വേസ് എന്ന രീതിയിലാവാം മാർക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇനി വരാൻ പോകുന്നത്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നോക്കുകയാണെങ്കിൽ ഈ ഏരിയ നിന്നായിരുന്നു മാർക്കറ്റ്സിൻ്റെ, അതായത് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ പ്രീവിയസ് ഡേയുടെ ഹൈൻ്റെ ആ ഏരിയ നിന്നാണ് മാർക്കറ്റ് ഇന്നലെ ബുള്ളിഷായിട്ട് പോയിട്ടുള്ളത്. സോ എക്സ്പെക്റ്റിംഗ് ഫോൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതുവരെ പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് 350 വരെ ഹോൾഡ് ചെയ്തിട്ടുള്ളൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് പ്രോബ്ലി മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യത. കാരണം ഒരു ന്യൂസ് ബേസ് ആയിട്ടുള്ള രീതിയിലൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നാളെ. കാരണം ആ ഒരു ബാങ്ക് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോബിലിറ്റീസും കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡിസിഷൻ എന്ന രീതിയിലായിരിക്കാം മാർക്കറ്റ്സിനെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ
ഈ ഒരു ഗ്യാപ്സും കാര്യങ്ങളാണ്, ഈ ചെറിയ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് ഫില്ലായിട്ടുണ്ട്. ആൻഡ് മേ ബി ഈ ഒരു വീക്ക് തന്നെ അല്ലെങ്കിൽ പ്രോബ്ലി ഇനി ഫ്യൂച്ചറിൽ എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. ബട്ട് കൺസേണിങ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസും കാര്യങ്ങളാണ്. അതായത് ബ്രെൻഡ് ആൻഡ് ക്രൂഡ് ഓയിൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു 1% 2%ഓളം അപ്പ് പോയിട്ടുള്ളൊരു രീതിയിലായിരുന്നു ഇന്നത്തെ ഒരു സിനാരിയോസ് നോക്കുകയാണെങ്കിൽ. വളരെയധികം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. മോസ്റ്റ്ലി നമ്മൾ പറയാറുണ്ട് ഒരു വാർ എസ്കുലേഷൻ ടെൻഷൻസ് എന്ന രീതിയിൽ മാർക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു പ്രോബിലിറ്റി ആണ് ആ ഒരു സമയത്ത് ഉണ്ടാവാറുള്ളത്. സോ എങ്ങനെയാണ് നാളത്തെ, അതായത് ഇന്നത്തെ ഒരു സെഷൻസും കാര്യങ്ങളും, അതായത് ലണ്ടൻ US സെഷൻസും കാര്യങ്ങളും അതിനുശേഷം മാർക്കറ്റ്സിൻ്റെ ഇമ്പാക്ട്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള വാച്ച് ഔട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ക്ലാരിറ്റീസും കാര്യങ്ങളും കിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഒരു ഫസ്റ്റ് 1 hour എന്തായാലും നല്ല രീതിയിൽ വോളറ്റൈലിറ്റി മാർക്കറ്റ് സൈഡ് സിറ്റുവേഷൻസ് ആയിരിക്കും. ബാങ്ക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും വളരെയധികം കുറവായിരിക്കും. സോ നിഫ്റ്റിയിലും അതൊരു സൈഡ് വേസ് എന്ന രീതിയിലാവാം മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം. സോ ഇതായിരുന്നു നമ്മുടെ ജസ്റ്റ് ഇന്നത്തെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂസാണ് നാളെ വരാൻ പോകുന്നത്. സോ ഡു ഷെയർ യുവർ തോട്ട്സ് ഓൺ ദ comments. Thanks for watching. Signing off from Stock Market Kerala. Thank you.